നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടന്റെ വീക്കെൻഡ് അക്കൗണ്ട് എപ്പിസോഡ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ പ്രമേയിൽ കണ്ട അത്രയും ഇന്റൻസിറ്റി ഈ ഒരു പിന്നീട് വീക്കെൻഡ് എപ്പിസോഡിലും ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു പരിധി വരെ ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം അത്രമേലാണ് ഈ പറയുന്ന നമ്മുടെ അനുമോളെ ഫയർ ചെയ്തത്. നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു സീസൺ 3 എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ പൊളി ഫിറോസിനെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ചെയ്ത ഒരു ഫയർ ഉണ്ട്. ആ ഫയർ പോലെ ഇതിനകത്ത് എനിക്ക് തോന്നി എന്നുള്ളതാണ്. ഇതിന്റെ സത്യം പിന്നീട് അസത്യമൊക്കെ നമുക്ക് പറയാം. പക്ഷെ എനിക്ക് ഈ പറയുന്ന അനുമോളെ വഴക്ക് പറഞ്ഞതിലോടോ നിങ്ങളുടെ ഷോ മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് വഴക്ക് പറഞ്ഞതിലോടൊന്നും എനിക്ക് ഒരു പരാതിയില്ല. അത് കൊടുക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ഫയർ ചെയ്തിട്ടും ഇത്രയും പിന്നെ തെളിവുകൾ പണ്ട് നമ്മൾ ഇത്രയും ക്രൂ കണ്ട് എന്നിട്ട് പോലും ഒരു തെളിവും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ ചങ്കൂറ്റത്തോടെ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ കണ്ടു എന്ന് ഉറച്ചു നിന്നില്ലേ, അവിടെ ഈ പറയുന്ന അവിടെയാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അനു ജയിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുള്ളൂ. എനിക്കിനി ആരുടെ ഒരു മനുഷ്യരുടെയും ക്ലാരിഫിക്കേഷൻ വേണ്ട. എനിക്ക് ചെറിയ സാമാന്യ ബുദ്ധിയുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ എന്താണ് നടന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ ഷോയുടെ അവർ തന്നെ പറയുന്നത് ഷോയുടെ ക്രെഡിബിലിറ്റി അവർക്ക് പിന്നെ എന്ത് ചെയ്യണം, സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പെണ്ണും ആണും വന്ന് ഇങ്ങനെയുള്ള സംഭവമാണ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്നത് എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണുങ്ങളും വരില്ല, ഒരു അമ്മമാരും വിടത്തില്ല. ഇവിടെ കുൽസിത പ്രവർത്തികളാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞാൽ ആരും വിടത്തില്ല. അത് നിങ്ങളുടെ ഷോയെ രക്ഷിക്കാൻ വേണ്ടി ലാലേട്ടൻ നന്നായിട്ട് നല്ല രീതിയിൽ അനുമോൾക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അവളെ കരുവാക്കി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. എനിക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, ഇതൊക്കെ ചെയ്ത് ശരി തന്നെയാണ്. അവളുടെ കുടുംബമുണ്ട്, ഈ പറയുന്ന മറ്റതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാം ശരിയുണ്ട്. ഇവിടെ ആരിനും ഇതേ പ്രവൃത്തി ചെയ്തു. ആരും എന്താ പറഞ്ഞത്, ഈ പറയുന്ന അനുമോള് മറ്റേ കാല് വഴി ഇങ്ങനെ ചുരണ്ടി എന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറയാമായിരുന്നു താങ്കൾക്ക്, ലാലേട്ട, അത് പറയാമായിരുന്നു. ഒരു പെൺകുട്ടി അവള് പറഞ്ഞത് ശരി, എന്തോ അവള് പറഞ്ഞ കള്ളമോ ഇപ്പം ഈ പറഞ്ഞ പ്രേക്ഷകരെ അവിടെ ഉള്ളവരെ പറ്റിച്ചോ? പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റില്ല. അവരുടെ അന്ധം ഫാൻസുകാർ ചിലപ്പോൾ പറയുമായിരിക്കും ഇതൊക്കെ ഈ പറയുന്ന എന്താണ് പിന്നെ സദാചാരം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ കോമൺ സെൻസ് ഉള്ളവർക്ക് ആ സാധനം ആ സിറ്റുവേഷനും കാണുമ്പോൾ എന്താണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്നെ ഇത് പറഞ്ഞുകൊണ്ട് ആര് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ അതിൽ കൺവിൻസ്ഡ് അല്ല. എനിക്കതിന് 100% ഉറപ്പുണ്ട് അവിടെ കുൽസിതം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഏതൊക്കെ പുരോഗമനവാദികൾ വന്ന് എൻ്റെ തർക്കിച്ചാലും ഞാൻ തർക്കിച്ചതിന് നിൽക്കും. ആ ഒരു വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഈ പറയുന്ന അനുമോളെ എഗൻസ്റ്റ് ആണെന്ന് തന്നെ. ആ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരിക്കലും എഗൻസ്റ്റ് ആണ്. കാരണം ഇനി അവള് കണ്ടോ ഇല്ലെന്ന് എനിക്ക് കണ്ടു. പക്ഷെ അവിടെ ലാലേട്ടൻ ഇത്രയും വഴക്ക് പറയുന്നത് നിനക്ക് നാണമില്ലേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? പക്ഷെ അനുമോളെ എണീറ്റ് നിർത്തിയ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പറയുമ്പോ അതും കേട്ട് ചുമ്മാ അനാവശ്യങ്ങൾ പറഞ്ഞു വരത്തരുത് എന്ന് കേട്ടിട്ട് പോലും ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കാതെ താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു. അവിടെയാണ് അപ്പൊ അത്രക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ അവൾ കണ്ടിട്ടുണ്ടാവും. അവൾ ഈ ലാലേട്ടന്റെ വേണ്ടി ഇത്രയും ഉറപ്പിച്ച് പറയണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ ഒരു ഘട്ടത്തിൽ തകർന്നു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ, അനുമോള് തകർന്നു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ അവൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഈ ട്രോഫി അനുമോൾക്കുള്ളതാണ്. ഇവിടെ എത്ര വൈൽഡ് കാർഡ്, ഇനി വൈൽഡ് കാർഡ് ഒന്നും വരാനൊന്നുമില്ല. എത്രയൊക്കെ വന്നാലും ശരി തന്നെ, ഇനി വൈൽഡ് കാർഡ് വന്നാലും ശരി തന്നെ ഈ ഒരു സംഭവം അട്ടിമറിക്കാൻ പോകുന്നില്ല. ഇനി അനുമോൾ അവിടെ ചുമ്മാ ഇരുന്നാലും ശരി തന്നെയാണ് അനുമോൾ കൂട്ടിടും. നിങ്ങൾ വിചാരിക്കും ഈ കുറെ നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ഫാൻസൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു വിചാരിക്കണ്ട. അവളെ ഇഷ്ടപ്പെട്ട അവർക്കുള്ള അവർ വോട്ട് ഇടുക തന്നെ ചെയ്യും. എന്നെ PR എന്ന് പറഞ്ഞു, ഞാൻ ഇനി PR ആകും. ഇതുവരെ ഒരു 5 എണ്ണത്തിന്റെ തന്നെ ഒരു 5 പൈസ മാറ്റി ഒരു റിവ്യൂ പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് ചങ്കൂറ്റത്തോടെ നെഞ്ചിലിടിച്ച് പറയാം. മനസ്സിലായോ? ഒരൊറ്റ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി ഞാൻ അവൾക്ക് വേണ്ടി PR ചെയ്തെന്ന് വിചാരിച്ചു, ഞാൻ PR ആണെന്ന് കരുതിക്കോ. ഇന്നത്തെ കേസിൽ എനിക്ക് ഒരേ ഒരു വിഷയമുള്ളൂ, ലാലേട്ടൻ ഇവിടെ എന്തോ പറഞ്ഞതൊക്കെ ഒന്നും കൂടിപ്പോയെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റി ഒരു വിഷയമാണ്. മനസ്സിലായോ? ഷോയുടെ ക്രെഡിബിലിറ്റി അവിടെ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു. പക്ഷെ അതിനോടൊപ്പം പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അനുമോളിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ആരിനെ എന്തുകൊണ്ട് കാട്ടിയില്ല? നിങ്ങൾ അനുമോൾ ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ബിന്നി അങ്ങനെ ഒരു അപവാദം പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല? ബിന്നി അതേ തെറ്റിനെ ചെയ്തത്. എവിടെ കിസ് ചെയ്തെന്ന് പറഞ്ഞു, അവൻ മറ്റൊരു അർത്ഥത്തിൽ അവളെ കൈ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ട് കാണിച്ചില്ല? ഇവിടെ ഈ പറഞ്ഞതിലല്ല വിഷയം, ഡെമോ കാണിച്ചില്ലേ? ഡെമോ കാണിച്ചതിലാണ് വിഷയം.
ഡെമോ കാണിച്ചത് അത് ബോർ തന്നെ. പക്ഷെ ഡെമോ കാണിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന അനുമോൾക്കല്ല. ആദ്യം ഡെമോ കാണിക്കാൻ വേണ്ടി പറഞ്ഞ ജിഷിനാണ്. ജിഷിൻ നീ ഡെമോ കാണിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും കൂടി പ്രശ്നം നീ എന്താണ് കാണീര് എന്ന് പറഞ്ഞ് അവളെ കാണിച്ചതാണ്. മനസ്സിലായോ? അവിടെയാണ് ഈ പറയുന്ന നമ്മുടെ ആതിര കൊണ്ട് പുതപ്പക്കൂടുക. അതുകൊണ്ടാണ് ആതിരയ്ക്ക് കിട്ടിയത്, നല്ല രീതിയിൽ ആതിരയ്ക്ക് കിട്ടിയത്. പിന്നെ മറ്റൊരു കാര്യം, രണ്ടുപേർ ഔട്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്പാനി ഔട്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ രേണുസുതി ഔട്ടായി. രേണുസുതി ഔട്ടായപ്പോൾ എടുത്തെറിഞ്ഞത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ രേണുസുതി ചോദിച്ചു നീ വരണോ ഇല്ലേ അങ്ങനെയും ചോദിച്ചില്ല. ലാലേട്ടൻ ഈ പറയുന്ന അതിനകത്തേക്ക് വരുന്നു, എന്തായാലും രേണുസുതി പോണു എന്ന് പറയുന്നു, അതുകൊണ്ട് എന്റെ കൂടെ വാ. അവരുടെ ഒരു അഭിപ്രായം ഒന്നും ചോദിച്ചാൽ നമ്മൾ കണ്ടില്ല. അഭിപ്രായം ചോദിക്കാൻ ടപ്പനെ വിളിച്ചു പുറത്തു കൊണ്ടുപോയി. മനസ്സിലായോ? അവരുടെ ഈ പറയുന്ന ഒരു വീഡിയോയും കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ വീഡിയോ അവർ പ്രതീക്ഷിച്ചില്ല, കൂടെ വരുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല. എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടി കാണില്ല, അതുകൊണ്ടായിരിക്കാം വീഡിയോ കാണിക്കുന്നത്. അതുപോലെ വീട്ടിനകത്തുള്ളവരെ ആരെയും കാണിച്ചു ചുമ്മാ ഇറക്കി വിട്ട് ഇറങ്ങിപ്പൊടി എന്നുള്ള രീതിയിൽ ഇറക്കി വിട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് നല്ലതാണ്. അവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ല. നാറും എന്നുള്ളതല്ലാതെ ചൊറിഞ്ഞു അവിടെ അത്ര നാട്ടിക്കും എന്നുള്ളത് ഒരു പ്രയോജനമില്ല. ഇനി വെളിയിൽ കിടന്ന് ഇനി വെളിയിൽ വന്ന് എന്തെല്ലാം നോണകൾ പറയാൻ പോണമെന്നോ അതവിടെ കിടക്കട്ടെ. ഞാൻ പിന്നെ അതിനെ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലടേ. ഈ ഷോയ്ക്ക് 1% പോലും ആപ്റ്റായിട്ടുള്ള വ്യക്തിയല്ല അത്. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഈ ഷോയ്ക്ക് ആപ്റ്റായിട്ടുള്ള വ്യക്തിയല്ല. ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക. കുറെ റീച്ച്, കുറെ ആൾക്കാർ ഈ പറയുന്ന നമ്മളൊക്കെ എന്തെങ്കിലും ഇടുമ്പോൾ മില്യൺസ് വ്യൂസ് കിട്ടുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു ഷോയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ലാലേട്ടൻ പറഞ്ഞത് കുറച്ച് വോട്ടുണ്ട്, എനിക്ക് 5ാമത്തെ 6ാമത്തെ സ്ഥാനമാണ് ഉള്ളത് എന്ന്. ചിലപ്പോൾ 2-3 ആഴ്ചയും കൂടി സർവേ ചെയ്ത് പോകുന്നു. അത് ഷോയ്ക്ക് നഷ്ടമാണ്. ഷോയ്ക്ക് നഷ്ടമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാക്ക് ചെയ്തത്. ബാ എന്റെ കൂട്ടത്ത് വാ എന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത്. അല്ലാതെ അവൾക്കൊരു ഓപ്ഷൻ ഒന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കണോ ചോദിച്ചാൽ അത് അപ്പോഴത്തെ വിഷമത്തിനാണ് ലാലേട്ടൻ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതായത് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, അല്ലെങ്കിൽ കൺഫഷൻ റൂമിൽ കൊണ്ടുവന്ന് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ അവൾ അവിടെ നിൽക്കും. അതിനൊരു മാറ്റമില്ല. അത് അവർക്ക് ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഈ നമ്മുടെ രേണുവിനെ പുറത്താക്കിയ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ആര്യനായിരിക്കാം. ആര്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും രേണുവിനെ ബലിയാനാക്കിയത് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നാളെ ശൈത്യ പോകും എന്നുള്ള ഒരു 99% ഉറപ്പായ റിപ്പോർട്ട് കിട്ടുന്നു. ശൈത്യ പോകും. മനസ്സിലായോ? ശൈത്യയാണ് ഏറ്റവും വോട്ട് കുറവ്. നിങ്ങൾ മനസ്സിലാക്കുക, ശൈത്യയാണ് ഏറ്റവും വോട്ട് കുറവ്. അതിന് ശേഷമാണ് അപ്പാനിയും ഈ പറയുന്ന ആര്യനൊക്കെ വരുന്നത്. ശൈത്യക്ക് തൊട്ട് സെക്കൻഡ് ലിസ്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പാനിയാണ്. അപ്പാനി എന്ന് നേരത്തെ പുറത്താക്കി എന്നുള്ളതേ ഉള്ളൂ. നാളെ ശൈത്യം കൂടി പുറത്താക്കുമ്പോൾ കംപ്ലീറ്റ് ആയി, അവരും പോകുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്കൊരു പരാതികളുമില്ല. എന്നെ ആരും തിരുത്താനും നോക്കണ്ട. ഈ പറയുന്ന ഈ കമന്റുകൾ കണ്ടെന്ന് പറഞ്ഞ് എന്റെ മൈൻഡ് മാറുകയോ ഒന്നും മാറുന്നില്ല. ഇതൊക്കെ മുമ്പേ കണ്ട് ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ട വീഡിയോകളിലും ഈ പറയുന്ന ബെന്നി ഉൾപ്പെടെ പറയുന്ന വാക്കുകളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ ഒരു കുൽസിതം നടക്കുന്നുണ്ട്. ആ കുൽസിതം ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു, നടക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു കുൽസിതം നടക്കുന്നു. ഇങ്ങനെ ഒരാണും പെണ്ണുമായിട്ട് ഈ ബിഗ് ബോസ് പോയിട്ട് അവിടെ ഈ പറയുന്ന വേണ്ടാത്ത വേലകളാണ് ചെയ്യുന്നത്. ഇതിനെ ഇവര് ഈ പറയുന്ന അവിടെയുള്ള പെണ്ണുങ്ങൾ പോകുമ്പോൾ അവരുടെയൊക്കെ ഭാവി ഇനിയിപ്പോ ആര് കെട്ടിയത് സത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾ ഇതിനകത്ത് വരുമോ? ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ പാരന്റ്സ് ഇതിലോട്ട് വിടാൻ ആഗ്രഹിക്കുമോ? ഒറ്റനും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അവരുടെ ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി പിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അനുമോള് പറഞ്ഞത് കള്ളമാണ് എന്ന് അത്രയ്ക്ക് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യണം. പുറത്ത് വിട്ട ആ വീഡിയോ എടുത്ത് കാണിക്കണം. ആ വീഡിയോ എടുത്ത് പ്ലേ ചെയ്തിട്ട് പറയണം, ഇതാണ് നിങ്ങൾ കണ്ടത് എന്ന് പറയണം. അനുമോൾ എന്ത് പറഞ്ഞു? പിന്നെ അവരൊക്കെ പറഞ്ഞു അനുമോൾ സോറി പറയണമെന്ന്. അപ്പൊ ലാലേട്ടൻ സോറി ഒന്നും പറയണ്ട, സോറി പറയില്ലത്. അനുമോള് സോറി പറയില്ല എന്ന് ഉറപ്പാണ്. അനുമോള് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പറയും. അനുമോള് ഉറച്ചു നിന്നു. ഞാൻ കണ്ടു, നിങ്ങൾ കാണാത്ത എനിക്കറിയില്ല, ഞാൻ കണ്ടു എന്ന് അനുമോൾ അവിടെ ഉറച്ചു നിന്നു. അനുമോൾക്ക് നല്ല ഫയർ കിട്ടിയത്. എനിക്കൊന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം, കുറെ സീസണുകൾക്ക് ശേഷം അനുമോൾ ഇത്രയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഇത്രയും ഈ രീതിയിൽ പിന്നീട് അഭിസംബോധന ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. എന്തോന്ന് നാണമില്ലേ, പിന്നെ എന്തിനാ അനാവശ്യങ്ങൾ പറയുന്നത്, തോന്നിവാസം പറയുന്നത് എന്നൊക്കെ രീതിയിൽ ഭയങ്കര ഫയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഫയർ ചെയ്തിട്ട് പോലും അനുമോളുടെ കണ്ണിന്ന് ഒരു പൊടി കണ്ണീരല്ല, അത്രയും ബോൾഡായിട്ട്. അപ്പൊ അവൾ പഠിച്ചു കഴിഞ്ഞു കരയാതിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. അതിനുശേഷം അക്ബർ പറഞ്ഞപ്പോൾ പോലും അവൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഞാനതൊന്നും മാറ്റി പറയുന്ന ഞാൻ കണ്ടു. അവിടെയാണ് നമ്മൾ അപ്രീഷിയേറ്റ്. അല്ലാതെ ലാലേട്ടൻ വന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, ഞാൻ സോറി പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിച്ചത് ഈ പറയുന്ന അപ്പാനിയുടെ ഔട്ടാണ്. മനസ്സിലായോ?
പുലികളികളുമായിട്ട് ലാസ്റ്റ് അവസാനം വന്ന് പുലികളി, കുറെ പുലികളിയും കാര്യങ്ങളൊക്കെ, അതിൽ ഒരാൾ വേട്ടക്കാരൻ വന്ന് പുറത്തുനിന്ന് ഒരു വേട്ടക്കാരൻ വന്ന് പുറത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. ആദ്യം വന്ന് ബിന്നിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ മസ്താൻ ഇവിടെ കിടന്ന് കൈയടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഒനിയനെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീടാണ് ഈ പറയുന്ന നമ്മുടെ അപ്പാനിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പാനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പാനി ഇന്നലെ പറയുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട് അളിയ ആര്യന്റെ അടുത്ത്, ഞാൻ ഈ വട്ടം പുറത്തു പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അപ്പാനിക്ക് അറിയുന്നുണ്ട്. അവിടെ മസ്താനെ വിളിച്ചു നിർത്തിയ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇത്ര സന്തോഷം? അപ്പൊ പറഞ്ഞു, എന്നെ വിളിക്കാൻ പറ്റില്ലാത്ത അല്ലെ പാടില്ലാത്ത അത് വലിയൊരു ചീത്തയാണ്. അതൊരു പെൺകുട്ടിയുടെ നേരത്തെ ദേഹത്തും പിന്നെ മുഖത്ത് നോക്കി വിളിക്കാൻ പാടില്ലാത്തൊരു ചീത്തയാണ്. ആ ചീത്ത വിളിക്കാൻ പാടില്ല. കാ ചേർത്ത് അല്ലെങ്കിൽ കൂ ചേർത്ത് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ചീത്തയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊരു പെൺകുട്ടിയുടെ ദേഹത്ത് വിളിക്കുക, ഇത്രയും പടങ്ങൾ അഭിനയിച്ചു എന്ന് സ്വയം പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന പുള്ളിയുടെ വായന അങ്ങനെ വിടാൻ പാടില്ല. അപ്പൊ ലാലേട്ടൻ അവിടെ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള തെറി വാക്കുകൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മുന്നിൽ എന്താവും, നെഗറ്റീവ് ആവും. അതൊരു സൂചനയാണ് കൊടുത്തത്. ആ സൂചന കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പാൻ ഈ പറയുന്ന മസ്താനിയെ വിളിച്ച് പൊക്കി നിർത്തി പറഞ്ഞത്. മസ്താനി ഈ പറയുന്ന പല ആംഗ്യഭാഷകളും പലതും കാണിച്ചിട്ടുണ്ട്. അത് നാളെ പറയുമെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും സാഹിത്യം കൂടി നാളെ പുറത്തായി എന്നുള്ളതും കൂടി അറിയുമ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് മൊത്തം പിളരുകയാണ്, മൊത്തത്തിൽ അങ്ങ് പോവുകയാണ്. ഇവിടെ ബിഗ് ബോസിന് മറ്റൊരു അജണ്ടയും കൂടി ഉണ്ട്. ഈ പറയുന്ന, ഞാൻ എപ്പോഴും പറയും പോലെ, ഈ പറയുന്ന അനിമോള് പുറത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ഫാൻ ബേസ് ഉള്ള, ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ എന്നുള്ള ഒരു വിശ്വാസം അവിടെയുള്ള കണ്ടസ്റ്റൻസിനുണ്ട്. അതിനെയൊക്കെ തകിടം മറിക്കുക, അവരുടെ വിശ്വാസത്തെ തകർക്കുക, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അനിമോള് ഫുൾ നെഗറ്റീവാണ്. ഇപ്പോൾ അനിമോളെ കയറി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീതി ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിലേക്ക് കൊണ്ടുവരിക, അതിനും കൂടി ചേർത്താണ് ഇവരിത് ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷോ മുന്നോട്ട് പോകത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് കിട്ടത്തില്ല. അനിമോൾക്കെതിരെയായിട്ട് ഇവര് പിന്നീട് എന്ത് ചെയ്തു, കയറി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ കിട്ടത്തില്ല. ഇന്ന് പിന്നെ മറ്റൊരു കാര്യം പോലെ പിന്നെ ലാലേട്ടൻ വീട്ടിനകത്ത് വന്നു അവർക്കൊക്കെ ഓണ സമ്മാനം, പിന്നെന്തോ കൈനീട്ടം എന്തൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്കൊരു ശിക്ഷ കൊടുത്തു. ഇപ്പൊ ഇതിനെല്ലാത്തിനും ഉത്തരവാദി ഈ വീട്ടിലുള്ള എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇതിനെല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ തുണ്ടെടുത്ത് ആരുടെ പേരാണോ കിട്ടുന്നത് അവരുടെ വസ്ത്രം എന്ത് ചെയ്യണം, അവരലക്കണം. മനസ്സിലായി? അപ്പൊ എനിക്കൊന്ന് അനിമോളുടെ വസ്ത്രം കിട്ടിയത് ശൈത്യക്കാണ്. ശൈത്യ ഇനി തൊട്ട് ഈ പറയുന്ന അനിമോളുടെ വസ്ത്രം അലക്കി കൊടുക്കണം. എല്ലാവരും പേടിച്ച് തൂറുന്നത്, കംപ്ലീറ്റ് മത്സരാർത്ഥികളും പേടിച്ച് തൂറി ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നിന്നു. ഇന്ന് അവിടെയൊക്കെ ഈ ആര്യൻ എന്തൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ സംസാരിക്കുന്ന ഇടയ്ക്ക് ഈ പറയുന്ന അക്ബർ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. അനീഷ് സംസാരിക്കുമ്പോഴും ഈ പറയുന്ന നെവിൻ സംസാരിക്കുമ്പോഴൊക്കെ അപ്പോഴൊന്നും ലാലേട്ടന് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്ന ലാലേട്ടൻ പറയും, നീ സംസാരിച്ചില്ല, ഞാൻ ആദ്യം സംസാരിക്കില്ല, ഒരാൾ സംസാരിക്കുന്നത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കയർക്കുന്ന ലാലേട്ടൻ അവർക്ക് അവിടെ വിട്ടുകൊടുത്തു. നിങ്ങൾ പറയാന്ന് പറഞ്ഞു. അതായത് വാനോളം പൊക്കുകയാണ്. വാനോളം ഈ പറയുന്ന ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയില്ലയോ, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ രീതിയിലാണ് ഈ ദുഷ്ടന്മാരെയൊക്കെ, ഈ അക്ബർ ആയിക്കോട്ടെ, ഈ പറയുന്ന ആര്യനായിക്കോട്ടെ, അവരെയൊക്കെ പന പോലെ വളർത്തി വിടണം. നീയൊക്കെ ഇനിയും ചെയ്തോ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഭവം അതിനെ കണ്ടിന്യൂ ചെയ്തോ, അത് ഡ്രോപ്പ് ആക്കണ്ട. അവരെ 2 വഴക്ക് കൊടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവർ ഞാൻ ചെയ്തൊക്കെ തെറ്റല്ല, ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ടന്റ് കിട്ടില്ല. നിങ്ങൾ ആ ലോജിക്ക് മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് എപ്പോഴും ദുഷ്ടത്തരം ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നത് ബിഗ് ബോസ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ ഉള്ളവരെ എപ്പോഴും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴേ ഇവർക്ക് എനർജി കൂടുള്ളൂ, ഇവരെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോഴേ നമുക്ക് കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ഇത്രയേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.